ഹായ് ഹലോ നമസ്കാരം. പേജ്3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് മലയാള സാഹിത്യമാണ്. നമ്മൾ മലയാളത്തിൻ്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മലയാളത്തിൻ്റെ സാഹിത്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്, നമ്മൾ മിക്സ്ഡ് ആയിട്ടല്ലേ ചെയ്തിട്ടുള്ളത് മലയാളത്തിൽ. ഇപ്പോൾ മലയാള സാഹിത്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള മലയാള സാഹിത്യത്തിൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ ആദ്യത്തെ പാർട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സാധാരണ രീതിയിൽ മലയാളം 15 മാർക്കിനാണല്ലോ, അതുപോലെ തന്നെ ഇവിടെയും 10 മാർക്കിന് 10 ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ള മലയാള സാഹിത്യത്തിൽ നിന്നുള്ള. മുൻകാലങ്ങളിൽ ചോദിച്ച കുറേ ചോദ്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറേയധികം നമ്മളല്ലാതെയുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ 10 ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യാലും 1 മുതൽ 10 വരെ നമ്പർ ഇടുക, ഓപ്ഷൻസ് എഴുതുക, അവസാനം നോക്കുക, നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക. ഒപ്പം നമ്മൾ പുതിയതായിട്ട് ആരംഭിച്ചിട്ടുള്ള നമ്മുടെ LP-UPയുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ച് ജോയിൻ ചെയ്യാവുന്നവരാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചുവടെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും അംഗമാവുക. ഡെയിലി കറണ്ട് അഫയേഴ്സും സൗജന്യ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, സോ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, തുഞ്ചൻ ദിനം എപ്പോഴാണ്? തുഞ്ചൻ ദിനം എപ്പോഴാണ്? മെയ് 5, നവംബർ 5, ഡിസംബർ 31, ജൂൺ 5. എപ്പോഴാണ് തുഞ്ചൻ ദിനം? ഇതെല്ലാം നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ചോദിക്കുന്നതുകൊണ്ട് നമുക്ക് അധികം സമയം വേണ്ട. മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒന്ന് ആലോചിക്കാൻ എടുത്താൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേൻ്റെ 2, ആദ്യമായി മലയാള ഭാഷയിൽ അച്ചടിച്ച പുസ്തകം ഏതാണ്? ആദ്യമായിട്ട് മലയാള ഭാഷയിൽ അച്ചടിച്ച പുസ്തകം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്, സംക്ഷേപ വേദാർത്ഥം, കുന്തലത, ഇന്ദുലേഖ. ഇതിലേതാണ് ആദ്യമായിട്ട് മലയാള ഭാഷയിൽ അച്ചടിച്ച പുസ്തകം? ഓക്കെ, എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവാം. ആധുനിക ഭാരതത്തിലെ മഹാഭാരതം എന്നറിയപ്പെടുന്ന നോവൽ ഏതാണ്? ക്വസ്റ്റ്യൻ ഇതാണ്. ആധുനിക ഭാരതത്തിലെ മഹാഭാരതം എന്നറിയപ്പെടുന്ന നോവൽ ഏതാണ്? കയർ, ബാല്യകാലസഖി, അവകാശികൾ, അറബിപ്പൊന്ന്. ഇതിലേതാണ്? ഓക്കെ, പെട്ടെന്ന് എഴുതിക്കോളൂ. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏതാണ്? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ബേസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം, മാതൃഭൂമി പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, വയലാർ അവാർഡ്. ഇവയിലേതാണ് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം? എഴുതിയല്ലോ. അടുത്തത്, പഴശ്ശിരാജ കഥാപാത്രമാകുന്ന സർദാർ KM പണിക്കരുടെ നോവൽ ഏതാണ്? എന്താണ്? നമുക്ക് പഴശ്ശിരാജ പഠിക്കാനുണ്ട്, അറിയാലോ. പഴശ്ശിരാജ കഥാപാത്രമാകുന്ന സർദാർ KM പണിക്കരുടെ നോവൽ ഏതാണ്? ഇത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്ന കേട്ടോ. നോക്കുക, കേരള ലിങ്കൺ, കേരളത്തിലെ സിംഹം, കേരള രാജ, കേരള സിംഹം. ഇതിലേതാണ്? ഓക്കെ, എഴുതിയല്ലോ. സമയം വേണ്ട, ഒരു പോസ് ചെയ്തോളൂ. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, മലയാളത്തിൽ ആദ്യമായി സരസ്വതി സമ്മാനം നേടിയത് ആരാണ്? മലയാളത്തിൽ ആദ്യമായിട്ട് സരസ്വതി സമ്മാനം നേടിയത് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്, അരുന്ധതി റോയ്, കമലാദാസ്, ബാലാമണി അമ്മ. ഇവരിൽ ആരാണ് മലയാളത്തിൽ ആദ്യമായിട്ട് സരസ്വതി സമ്മാനം നേടിയിട്ടുള്ളത്? ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആരാണ്? മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആരാണ്? മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആരാണ്? കുമാരനാശാൻ, വള്ളത്തോൾ, ചങ്ങമ്പുഴ, ഉള്ളൂർ. ആരാണ് ഇവയിൽ? ഓക്കെ, അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ, M മുകുന്ദൻ കഥാപാത്രമാകുന്ന മുകുന്ദൻ്റെ തന്നെ നോവൽ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? M മുകുന്ദൻ കഥാപാത്രമാകുന്ന മുകുന്ദൻ്റെ നോവൽ ഏതാണ്? യന്ത്രം, പ്രവാസം, ദിനോസറുകളുടെ കാലം, കയർ. ഇവയിൽ മുകുന്ദൻ കഥാപാത്രമാകുന്ന മുകുന്ദൻ്റെ തന്നെ നോവൽ ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ വയനാട്ടിലെ ആദിവാസി ജീവിതം പ്രമേയമാക്കിയിട്ടുള്ള നോവൽ ഏതാണ്? രചിച്ചിട്ടുള്ള നോവൽ, അതായത് ചുവടെ തന്നിട്ടുള്ളവയിൽ വയനാട്ടിലെ ആദിവാസി ജീവിതം പ്രമേയമാക്കി രചിച്ചിട്ടുള്ള നോവൽ ഏതാണ് എന്നുള്ളതാണ്. എൻമകച്ചെ, മാവേലി മന്റം, മരണ സർട്ടിഫിക്കറ്റ്, മഞ്ഞ്. ഇവയിൽ ഏതാണ് വയനാട്ടിലെ ആദിവാസി ജീവിതത്തെ പ്രമേയമാക്കി രചിച്ചിട്ടുള്ളത്?
ഓക്കെ, എൻമകജയാണോ, മാവേലി മഞ്ചമാണോ, മരണ സർട്ടിഫിക്കറ്റ് ആണോ, മഞ്ഞാണോ? നോക്കുക, നമ്മൾ അവസാന ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. അവസാന ക്വസ്റ്റ്യൻ, അടരുന്ന കക്കകൾ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? അടരുന്ന കക്കകൾ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? നോവലാണോ, യാത്രാവിവരണമാണോ, കഥയാണോ, കവിതയാണോ? ഏത് വിഭാഗത്തിലാണ് അത് പെടുന്നത്? ഓക്കെ, അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്തു. പെട്ടെന്ന് വളരെ സിമ്പിളായിട്ടാണ്, അപ്പോൾ നമുക്ക് അധികം സമയമൊന്നും വേണ്ടല്ലോ. 10 എണ്ണം നമ്മൾ ചെയ്തു, കൃത്യമായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ എന്തായാലും അതിൻ്റെ ആൻസറിലോട്ടാണ് കിടക്കാനായിട്ട് പോകുന്നത്. നോക്കുക, വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പറഞ്ഞു പോകാം, പെട്ടെന്ന് പറഞ്ഞു പോകാം. തുഞ്ചൻ ദിനം എപ്പോഴാണ്? തുഞ്ചൻ ദിനം നമുക്ക് വരുന്നത് ഡിസംബർ 31. ഒന്നാമത്തേൻ്റെ ആൻസർ എന്താണ്? സി ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ തുഞ്ചൻ ദിനമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആരെങ്കിലും മെയ് 5 എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തോളൂ? ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, തെറ്റിച്ചോളൂ. കാരണം മെയ് 5 എന്ന് പറയുന്നത് കുഞ്ചൻ ദിനമാണ്. ഓക്കെ, അപ്പോൾ കുഞ്ചൻ ദിനമാണ് മെയ് 5. കുഞ്ചൻ ദിനമാണ് മെയ് 5. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് തുഞ്ചൻ ദിനമാണ്, അത് ഡിസംബർ 31. അപ്പോൾ 2 ഇവിടെ തന്നെ പഠിക്കുക. തുഞ്ചൻ ദിനം ചോദിച്ചാൽ ഡിസംബർ 31, കുഞ്ചൻ ദിനം മെയ് 5. ഇനി കൺഫ്യൂഷൻ ഉള്ളവർക്ക് നോക്കുക, നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് കാ അല്ലേ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ കാ വെച്ചിട്ട് തുടങ്ങുന്ന കുഞ്ചൻ അല്ലേ? കുഞ്ചൻ എന്ന് പറയുന്നത് ആദ്യ മാസമായ മെയ്യിൽ തുടങ്ങും, മെയ് 5 കുഞ്ചൻ. അത് കഴിഞ്ഞിട്ടാണല്ലോ താ പഠിക്കുന്നത്. നോക്കൂ, തുഞ്ചൻ ഡിസംബർ 31. കായിന് ശേഷമല്ലേ താ വരുന്നത്, അപ്പോൾ മെയിന് ശേഷമല്ലേ ഡിസംബർ വരുന്നത്. ഇനിയും കൺഫ്യൂഷൻ ഉള്ളവർ അങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് പഠിച്ചോളൂ. ഓക്കെ, ജസ്റ്റ് കണക്ട് ചെയ്യാനല്ല, അല്ലാതെ ഇത് കാണാതെ പഠിക്കാനൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കാൻ ഏത് ആദ്യം വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ സി ആണ്, ഡിസംബർ 31. ആദ്യമായി മലയാള ഭാഷയിൽ അച്ചടിച്ച പുസ്തകം ഏതാണ്? അത് സംക്ഷേപ വേദാർത്ഥം, ഓപ്ഷൻ ബി. രണ്ടാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, സംക്ഷേപ വേദാർത്ഥം. അടുത്ത 3, ആധുനിക ഭാരതത്തിലെ മഹാഭാരതം എന്നറിയപ്പെടുന്ന നോവൽ ഏതാണ്? ആധുനിക ഭാരതത്തിലെ മഹാഭാരതം എന്നറിയപ്പെടുന്ന നോവലാണ് അവകാശികൾ. ആരാണ്? വിലാസിനിയുടെ അല്ലേ? വിലാസിനിയുടെ MK മേനോൻ അല്ലേ? അവരുടെ അവകാശികൾ എന്ന് പറയുന്ന നോവലാണ്. ആധുനിക മഹാഭാരതത്തിലെ മഹാഭാരതം എന്നറിയപ്പെടുന്ന നോവൽ അവകാശികളാണ്, വിലാസിനിയുടെ അവകാശികൾ. ഓക്കെ, സി ആണ് ഉത്തരം. നാലാമത്തേത്, കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏതാണ്? എല്ലാവർക്കും അറിയാം, എഴുത്തച്ഛൻ പുരസ്കാരം, ഓപ്ഷൻ എ, എഴുത്തച്ഛൻ പുരസ്കാരം. നാലാമത്തേൻ്റെ ഉത്തരം എ. 5, പഴശ്ശിരാജ കഥാപാത്രമാകുന്ന സർദാർ KM പണിക്കരുടെ നോവൽ ഏതാണ്? പഴശ്ശിരാജയെ കഥാപാത്രമാക്കിയിട്ടുള്ള സർദാർ KM പണിക്കർ രചിച്ചിട്ടുള്ള നോവൽ ഏതാണ്? അത് കേരള സിംഹമാണ് അല്ലേ? കേരള സിംഹമാണ്. കേരളത്തിലെ സിംഹം എന്നിവിടെ ഉണ്ടാവും, തെറ്റിക്കരുത്, കേരള സിംഹം. ഓക്കെ, ഡി ആണ്. അടുത്ത 6, മലയാളത്തിൽ ആദ്യമായി സരസ്വതി സമ്മാനം നേടിയത് ആരാണ്? അത് നമ്മുടെ സരസ്വതി സമ്മാനം അല്ലേ? ആരാണ്? ബാലാമണി അമ്മ, ഓപ്ഷൻ ഡി. അപ്പോൾ മലയാളത്തിൽ ആദ്യമായി സരസ്വതി സമ്മാനം നേടിയത് ബാലാമണി അമ്മ. പഠിച്ചു വെച്ചോളൂ, അറിയില്ലെങ്കിൽ പഠിച്ചു വെച്ചോളൂ, തെറ്റിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ മാറ്റിയിട്ട് ശരിയാക്കി പഠിച്ചോളൂ. അടുത്ത 7, മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത്. നോക്കൂ, മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോളാണ്, ഓപ്ഷൻ ബി. മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്. 7-ാമത്തേൻ്റെ ഉത്തരം ബി ആണ്. ഓക്കെ, 8, M മുകുന്ദൻ കഥാപാത്രമാകുന്ന മുകുന്ദൻ്റെ തന്നെ നോവൽ ഏതാണ്? നോക്കുക, അത് പ്രവാസം, ഓപ്ഷൻ ബി, പ്രവാസം. മുകുന്ദൻ കഥാപാത്രമാകുന്ന മുകുന്ദൻ്റെ തന്നെ നോവലാണ് ഇത് പ്രവാസം എന്ന് പറയുന്നത്. ഏതാണ്? പ്രവാസം. അടുത്തത്, ചുവടെ തന്നിട്ടുള്ളവയിൽ വയനാട്ടിലെ ആദിവാസി ജീവിതം പ്രമേയമാക്കിയ നോവൽ ഏതാണ്? അത് മാവേലി മഞ്ചം, ഓപ്ഷൻ ബി, മാവേലി മഞ്ചം. 9-ാമത്തേൻ്റെ ഉത്തരം മാവേലി മഞ്ചമാണ്. ഏതാണ്? വയനാട്ടിലെ ആദിവാസി ജീവിതം പ്രമേയമാക്കിയ നോവലാണ് മാവേലി മഞ്ചം. പഠിച്ചു വെച്ചോളൂ. അടുത്തത് 10, അവസാന ചോദ്യം, അടരുന്ന കക്കകൾ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? അടരുന്ന കക്കകൾ അല്ലേ? അടരുന്ന കക്കകൾ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ അത് യാത്രാവിവരണമാണ്. യാത്രാവിവരണമാണ്. ആരുടെയാണ്? ആശാമേനോൻ്റെ അല്ലേ? ആശാമേനോൻ്റെയാണ് അടരുന്ന കക്കകൾ എന്ന് പറയുന്നത്. അതൊരു യാത്രാവിവരണമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇത് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഇതൊക്കെ മുൻകാലങ്ങളിലെ പരീക്ഷകളിൽ ചോദിച്ച കുറേ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇത്തരത്തിൽ സാഹിത്യ വിഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വരുമ്പോൾ പതറാതെ എഴുതാനായിട്ട് ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക, പഠിച്ചു വെക്കുക. എവിടെ നിന്ന് നിങ്ങൾക്ക് ചോദ്യം കിട്ടാലും എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ 10 എണ്ണത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഒപ്പം നമ്മുടെ ടെലഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ഇതുവരെ അംഗമായിട്ടില്ലെങ്കിൽ ചുവടെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അത് നമുക്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കാണാം. അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് നമ്മൾ പിൻ ചെയ്തിടും. അതിനകത്ത് കയറി ജോയിൻ ചെയ്യുക. ഒപ്പം നമ്മുടെ പുതിയ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഏതാണ് 9747886626 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക്
കോഴ്സിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. സോ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്